നമസ്തേ. ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ പരിശോധിക്കുന്നത് ഒരു ഇംഗ്ലീഷ് പദ്യമാണ്. ഈ പദ്യം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാനും അങ്ങനെ കേട്ടിട്ടുള്ളൊരു ആളാണ്. അതുകൊണ്ടാണ് ഈ പദ്യം നമ്മളോട് പരിശോധിക്കുന്നത്. അതിന് കാരണമുണ്ട് ഇതെടുത്ത് പരിശോധിക്കാൻ. അത് വഴിയേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ റോസ് ഈസ് റെഡ്, ദ വയലറ്റ് ഈസ് ബ്ലൂ, ദി ഹണി ഈസ് സ്വീറ്റ് ആൻഡ് സോ ആർ യു. ഇതാണ് ഈ പദ്യം. ഇത് ഇംഗ്ലണ്ടിലെ കിൻഡർ ഗാർട്ടനിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പാട്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഇതെങ്ങനെ കേട്ട് പഠിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയിൽ ഇതുണ്ട്, ഈ പദ്യമുണ്ട്. ഒരു പക്ഷേ ഇനി കുഞ്ഞു ക്ലാസ്സുകളിൽ ഇത് ഇങ്ങനെ ആരെങ്കിലും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അതല്ല ഇനി മറ്റ് കുട്ടികൾ പഠിക്കുന്നത് കേട്ട് എൻ്റെ ഓർമ്മയിൽ അത് വന്നതാണോ എന്നറിയില്ല. എന്തായാലും എൻ്റെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ ഈ ചെറിയ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരോട് ചോദിച്ചിട്ടുണ്ട് ഒരു രസത്തിന്. പക്ഷേ അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവർക്കൊന്നും ഇതിൻ്റെ അർത്ഥത്തെക്കുറിച്ചൊരു വ്യക്തത ഒന്നുമില്ല. പിന്നെ ഒരു ഈണത്തിൽ പാടാൻ പറ്റുന്നൊരു സാധനത്തിൻ്റെ പേരിൽ ഇതൊക്കെ തയ്യാറാക്കി കൊടുക്കുന്ന മുകളിലുള്ള ആൾക്കാർ തയ്യാറാക്കി കൊടുത്തതായിരിക്കും. അതുകൊണ്ടാണ് ഈണത്തിൽ പാടാൻ പറ്റുന്നതിൻ്റെ പേരിൽ ഇത് പഠിപ്പിക്കുന്നു എന്നാണ് അവരൊക്കെ പറയുന്നത്. എന്തിനാണിത് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കാനുള്ളൊരു കാരണമുണ്ട് ടീച്ചർമാരോട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുരാഗപരവശരായവർ, ഈ ലവ് ബേഡ്സ് എന്ന് പറയുന്ന ആൾക്കാർ പരസ്പരം കൈമാറാൻ ഉപയോഗിക്കുന്നൊരു മെസ്സേജായിട്ടാണ് ഈ വരികൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. അത് തന്നെയാണ് ഇംഗ്ലീഷുകാർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വരികളിലേക്ക് ഇനി കടന്നു കഴിഞ്ഞാൽ ഒരു വൈകല്യം നമുക്ക് ഇതിലെ വരികൾക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവും. ഒരു വൈകല്യമുണ്ട്, ഒരു യുക്തിരാഹിത്യത്തിനുണ്ട്. ഇതൊക്കെ കൂടി ചേർന്നാണ് അതിൻ്റെ ഒരു പ്രത്യക്ഷ ഭാവം. ആ വൈകല്യത്തെക്കുറിച്ച് ഞാൻ വീണ്ടും പറയുന്നു, ഇംഗ്ലീഷുകാരും ആ വൈകല്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് പരിശോധിക്കാം. ദ റോസ് ഈസ് റെഡ്, റോസിൻ്റെ നിറം ചുവപ്പാണ്. ഇനി രണ്ടാമത്തെ വരിയോടെ നിൽക്കട്ടെ, മൂന്നാമത്തെ നോക്കാം. ദ ഹണി ഈസ് സ്വീറ്റ്, തേനിൻ്റെ രസം മധുരമാണ്. അത് രണ്ടും തെറ്റ് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഇതിൻ്റെ ഇടയിലുള്ള ഒരു വരി, രണ്ടാമത്തെ വരി നമുക്കൊന്ന് നോക്കാം. അത് അല്പം പശകുണ്ട്. ദ വയലറ്റ് ഈസ് ബ്ലൂ, വയലറ്റ് എന്ന പേരുള്ള ആ പുഷ്പത്തിൻ്റെ നിറം നീലയാണെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ നിറം നീലയല്ല, പർപ്പിളാണെന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനൊരു വൈകല്യം ഉണ്ടെന്ന്. അതെന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് കവിക്ക് അങ്ങനെ തോന്നി എഴുതി എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? അല്ല. പ്രണയം ബാധിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പ്രണയത്തെക്കുറിച്ചിട്ടുള്ള പ്രണയികൾ പരസ്പരം കൈമാറുന്ന ഒരു മെസ്സേജിൽ വരുന്നതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രണയം ബാധിച്ചു കഴിഞ്ഞാൽ കാണേണ്ടതിനെ യഥാർത്ഥമായി കാണാൻ ഈ പ്രണയിക്കുന്ന ആൾക്കാർക്ക് കഴിയില്ല. എന്ന് വെച്ചാൽ യുക്തിരാഹിത്യമാണ്, യാഥാർത്ഥ്യ ബോധമില്ലായ്മയാണ് ഈ പ്രണയത്തിൻ്റെ ഒരു സ്വഭാവം. ഇതിനെ സൂചിപ്പിക്കാനാണത്രേ ഈ പർപ്പിളിൻ്റെ സ്ഥാനത്ത് ബ്ലൂ എന്ന് കവി ഉപയോഗിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതായത് പ്രണയിക്കുന്ന ആൾക്ക് പ്രണയിക്കപ്പെടുന്ന ആളിൽ മറ്റാരും കാണാത്ത ചിലതൊക്കെ കാണാൻ കഴിയും. അതൊരു തരം വിഭ്രാന്തിയാണ്. അതാണ് ഇതിൻ്റെ രസകരമായിട്ടുള്ള കാര്യം. അതുതന്നെയാണ് ഈ പർപ്പിൾ നീലയായിട്ട് ഈ പ്രണയിക്കുന്ന ആൾക്ക് തോന്നാനുള്ള കാരണം. ഇപ്പോൾ വരികൾ പറയുന്നത്, റോസിനെ പോലെ മനോഹരിയാണ് നീ, തേനിനെ പോലെ മാധുര്യമുള്ളവളാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് ആൻഡ് സോ ആർ യു എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കുക? റോസിനെ പോലെ തേനിനെ പോലെ ഒക്കെ തന്നെയാണ് നീയും. റോസിനെ പോലെ മനോഹരിയാണ്, അതേപോലെ തേനിനെ പോലെ മാധുര്യമുള്ളവളാണ്, അല്ലയോ പ്രിയേ നീയും എന്നാണ് ഈ കാമിയോട് തിരിച്ചും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ കണ്ടു നിൽക്കുന്ന മൂന്നാമന് ഈ ആളുടെ വിഭ്രാന്തി പിടികിട്ടും. ഇനി ഈ രണ്ടുപേരും പ്രണയം കഴിഞ്ഞ് ഇനി ഒന്നാകുന്നതോടുകൂടി പിന്നെ സംഭവിക്കുന്നത് ഈ വിഭ്രാന്തിയൊക്കെ പതുക്കെ അകന്നു മാറും. പിന്നെ യാഥാർത്ഥ്യം പൊന്തി വരാൻ തുടങ്ങും. അതോടെ ബഹളാവും, തല്ലാവും. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ കാണാനും കഴിയും. അപ്പോൾ ഈ അനുരാഗ ഗാനം എന്തിനാണ് ഈ പിഞ്ചു കുട്ടികളെ പഠിപ്പിക്കുന്നതെന്നാണ് എനിക്കൊട്ടും മനസ്സിലാകാഞ്ഞത്. സത്യത്തിൽ ഞാൻ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ടീച്ചർമാരോട് ചോദിച്ചത്. അവർക്ക് മനസ്സിലായിട്ടില്ല ഇത് അനുരാഗ ഗാനമാണ് അവർ ഈ പിഞ്ചു കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളത്. പിന്നെ ഞാൻ സ്വയം ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് ഇംഗ്ലീഷുകാർ പഠിപ്പിച്ചിരുന്നതല്ലേ, ഇംഗ്ലീഷുകാർ ചെയ്യുന്നത് നമ്മൾ എന്തായാലും പിന്തുടരണമല്ലോ. അങ്ങനെ മനോഭാവമല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അവർ ചെയ്തൊക്കെ മഹത്തരാണ്, നമ്മളൊക്കെ പഴഞ്ചന്മാരാണ് എന്നൊരു ചിന്താഗതി ബ്രിട്ടീഷുകാരോട് ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യാപകമാണല്ലോ.
അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാവും അവർ പഠിപ്പിക്കുന്നത് നമ്മളും പഠിപ്പിച്ചോളണം എന്നൊരു ചിന്ത വന്നെന്നാണ് എൻ്റെ ധാരണ. എന്നാൽ ഇതൊരു പ്രണയഗാനമാണ്. ഇത് ചില പ്രത്യേക ദിവസങ്ങളിൽ അവർ മെസ്സേജുകൾ പരസ്പരം കൈമാറാൻ ഉപയോഗിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചൊരു ധാരണയും ഇല്ലാത്ത നമ്മുടെ മലയാളികൾ സിലബസിൽ ഈ സാധനം തള്ളിക്കയറ്റി അവരുടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ തള്ളിക്കയറ്റി ഈ പിഞ്ചു കുട്ടികളെ ഇത് പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതൊരു തരം ആഭാസമായിട്ട് മാറുകയാണ്. ഇത് അറിവില്ലായ്മയാണോ ആഭാസത്തരാണോ എന്താണ് നമുക്കൊരു പിടിയും കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇത് ഇംഗ്ലീഷുകാർ പറഞ്ഞ കാര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. എന്നുവെച്ചാൽ ഇംഗ്ലീഷുകാരുടെ കാഴ്ചപ്പാടിലുള്ള കാര്യമാണ് ഞാനിതുവരെ പറഞ്ഞത്. എന്നാൽ ഞാനൊരു ഭാരതീയനായതിനാൽ ഇതിനെ ഭാരതീയമായൊരു കണ്ണിലൂടെ നോക്കിയാൽ എന്താണ് കാണുക? നമുക്കൊന്ന് പരിശോധിക്കാം. ദ റോസ് ഈസ് റെഡ്. റോസിൻ്റെ സ്വഭാവം ചുവപ്പാണ്. ദ വയലറ്റ് ഈസ് ബ്ലൂ. വയലറ്റ് എന്ന പുഷ്പത്തിൻ്റെ സ്വഭാവം നീലയാണ്. ദ ഹണി ഈസ് സ്വീറ്റ്. തേനിൻ്റെ സ്വഭാവം മാധുര്യമാണ്. ആൻഡ് സോ ആർ യു. അതുപോലെ തന്നെയാണ് നീയും. അതുപോലെ തന്നെയാണ് നീയും എന്ന് പറയുന്നതോടെ കവിത അങ്ങേയറ്റം ദാർശനികമായിട്ട് മാറുകയാണ്. ഇതാണ് ഭാരതീയമായ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ഭാരതീയനാൻ്റെ പേരിൽ മാത്രമാണ്. ഭാരതീയ ദർശനങ്ങളെക്കുറിച്ച് നമുക്ക് അറിയുന്നതിൻ്റെ പേരിലാണ്. പ്രപഞ്ചത്തിലെ ഓരോന്നിൻ്റെയും സ്വഭാവം വ്യത്യസ്തമാണ്. ഒന്ന് ചുവപ്പാണെങ്കിൽ മറ്റൊന്ന് നീലയാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് മധുരമുള്ളതാണ്. അതുപോലെ തന്നെയാണ് നിൻ്റെ സ്വഭാവവും. മറ്റൊന്നിൻ്റെ സ്വഭാവത്തെ നമുക്ക് അങ്ങനെ മാറ്റുക എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏറ്റവും എളുപ്പമുള്ള കാര്യം നാം ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്, അംഗീകരിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതൊരു തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവില്ലായ്മയാണ് നാം എല്ലായിടത്തും കാണുന്നൊരു പ്രശ്നം. ചേട്ടൻ അനിയൻ്റെ സ്വഭാവം പിടിക്കണില്ല, അനിയന് ചേട്ടൻ്റെ സ്വഭാവം പിടിക്കണില്ല, അച്ഛന് അമ്മയ്ക്ക് മക്കളുടെ സ്വഭാവം പിടിക്കണില്ല, മക്കൾക്ക് അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം പിടിക്കണില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ പിടിക്കണില്ല, ഭർത്താവിന് ഭാര്യയെ പിടിക്കുന്നില്ല, രാജാവിന് മന്ത്രിയുടെ സ്വഭാവം പിടിക്കുന്നില്ല, മന്ത്രിക്ക് രാജാവിൻ്റെ സ്വഭാവം പിടിക്കണില്ല. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമ്മൾ കൊച്ചു കുടുംബം മുതൽ അങ്ങേയറ്റം ഉന്നതമായ തലം വരെ ആന്തരികമായിട്ടുള്ളൊരു സംഘർഷം ഉണ്ടാകുന്ന സാഹചര്യമാണ് എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്, അംഗീകരിക്കൂ നിങ്ങൾ, ഓരോന്നും ഈ പ്രപഞ്ചത്തിലുള്ളത് വ്യത്യസ്തമാണ്, ഓരോന്നിനും അതിൻ്റേതായ സ്വഭാവങ്ങളുണ്ട്, അതിനെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയില്ല. ഈ ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നതിലൂടെ, തിരിച്ചറിയുന്നതിലൂടെ നമ്മുടെ പ്രശ്നം തീരും. അതാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതോടെ നമ്മുടെ പ്രശ്നം തീരും. നമ്മുടെ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ശരിക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം തീർന്നു കഴിഞ്ഞാൽ ചുറ്റുവട്ടം നമ്മളുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതായി മാറും. ചുറ്റുവട്ടത്ത് ഡിസ്റ്റർബൻസ് ഇല്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ അത് നമ്മളുടെ മനസ്സിനെ ബാധിക്കാതെയായി മാറും. അതാണല്ലോ ആവശ്യമുള്ളത്. അപ്പോൾ ഈ നമ്മുടെ പ്രശ്നം തീർന്നതോടുകൂടി നമ്മൾ സ്വസ്ഥരായിട്ട് മാറും. എന്നാൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ തിരിച്ചറിവ്. ഇത് ഇത്രയും ബുദ്ധിമുട്ടാണ്. നമുക്കിതൊക്കെ പറയാമെങ്കിലും ഇതിന് ശാസ്ത്രം ഇതൊക്കെ പറയുന്നുണ്ട്, നമുക്കിതിനെ അംഗീകരിക്കാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് നാം ജീവിതത്തിൽ അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്നതും പലപ്പോഴും വിജയിക്കാത്തതും. ആ സ്ഥാനത്ത് മഹാത്മാക്കളാവട്ടെ വിജയിക്കുന്നതും. ഇതിനെ യഥാർത്ഥത്തിൽ ക്ഷമ എന്നല്ല പറയേണ്ടത്. പലപ്പോഴും അതിനെ തെറ്റിദ്ധരിക്കുന്നത്. ഇത് ക്ഷമയല്ല, മറിച്ച് തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവിലാണ് സ്വാസ്ഥ്യം ഉണ്ടാവുന്നത്. വേദാന്തം എന്ന ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് സ്വാസ്ഥ്യം നേടുവാൻ ചുറ്റുവട്ടത്തെ നമ്മൾ തിരിച്ചറിയുക, അംഗീകരിക്കുക എന്നുള്ളതാണ്. നാട്ടിലുള്ള മുള്ള് മുഴുവൻ കല്ലും മുള്ളൊക്കെ അടിച്ചു നിരത്തി ശരിയാക്കിയിട്ട് നമുക്ക് നടക്കാനാവില്ല. മറിച്ച് നമ്മളൊരു ചെരുപ്പിട്ട് നടന്നോളാൻ, ഒരു മെതിയടിയിട്ട് നടന്നോളാൻ ശാസ്ത്രം നമ്മളോട് പറയും. അതാണ് യഥാർത്ഥത്തിൽ സാധ്യമായ കാര്യം. ഇതിനെ വെളിവാക്കുന്ന രസകരമായിട്ടുള്ളൊരു കഥയുണ്ട്. കഥയല്ല, അതൊരു ചരിത്രമാണെന്നും കൂടി പറയുന്നു. സോക്രട്ടീസ് എന്ന ചിന്തകൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സന്ദിപ്പ എന്നാണ്. ഈ രണ്ടിൻ്റെയും സ്വഭാവം വ്യത്യസ്തമാണ്. സോക്രട്ടീസിന് കുറച്ച് ശിഷ്യന്മാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ശിഷ്യന്മാരെ തത്വചിന്ത പഠിപ്പിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയം. പക്ഷേ ഭാര്യയ്ക്ക് ഇതൊന്നും അത്ര അറിവുള്ള കാര്യമല്ല. ഒരു സാധാരണ സ്ത്രീയെ പോലെയാണ്. സോക്രട്ടീസ് ആവട്ടെ വീട് കൊണ്ടു നടക്കുന്നതിലും മിടുക്കനുമല്ല. അപ്പോൾ എല്ലാ കാര്യവും ഈ ഭാര്യയുടെ തലയിലാണ്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ പഠിപ്പിക്കലും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തോ കാരണം കൊണ്ട് അന്ന് വീടിൻ്റെ ഉള്ളിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനം ഇല്ലാതെ വരിക എന്തൊക്കെ ചെയ്തു. അപ്പോൾ സോക്രട്ടീസിനോട് അത് സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോക്രട്ടീസ് അതൊക്കെ വിട്ടു. കുട്ടികളെ പഠിപ്പിക്കുന്ന ശിഷ്യന്മാരെ ഉപദേശം നൽകുന്നതിൽ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഭാര്യ അപ്പുറത്ത് കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. പൊട്ടിത്തെറിച്ച ഇതൊക്കെ പറയാൻ തുടങ്ങി. അവർ അവസാനം പുറത്ത് വന്നിട്ട് സോക്രട്ടീസിനെ ചീത്ത വിളിച്ചു. അത് കഴിഞ്ഞപ്പോൾ സോക്രട്ടീസ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഇടി വെട്ടിയാൽ
തുടർന്ന് മഴ പെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാർക്ക് കാര്യം പിടിയിട്ടില്ല. ഗുരു എന്തോ തത്വചിന്ത പഠിപ്പിച്ചതാണെന്ന് കരുതി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് പോയ ഭാര്യ ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ടുവന്ന് ദേഷ്യം കൊണ്ട് സോക്രട്ടീസിൻ്റെ തലയിൽ ഒഴിച്ചു. അപ്പോൾ സോക്രട്ടീസ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ ഇടിവിട്ട് കഴിഞ്ഞാൽ മഴ പെയ്യുന്നുള്ളത്. ഇതാണ് ആ ഭാവം. സോക്രട്ടീസ് പൊട്ടിത്തെറിച്ചില്ല. സോക്രട്ടീസിന് ഭാര്യയുടെ സ്വഭാവം അറിയാം. ആ സ്വഭാവത്തെ അംഗീകരിച്ചിരിക്കുന്നത് അതൊരു വസ്തുതയാണ്. അതിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല. നേരെ മറിച്ച് ഭാര്യ ചെയ്തതിനോട് വിരോധം തോന്നിയാൽ, എതിർപ്പ് തോന്നിയാൽ സംഘർഷത്തിലാവുക സോക്രട്ടീസിൻ്റെ മനസ്സാണ്. അതുകൊണ്ടാണ് സോക്രട്ടീസ് എപ്പോഴും ശാന്തനായിട്ടിരിക്കാൻ കഴിഞ്ഞത്. ഇതേ സ്ഥിതിയാണ് മഹാത്മാക്കൾക്ക്. അതവരുടെ ക്ഷമയല്ല, തിരിച്ചറിവാണ്. ലോകത്തിൻ്റെ മറ്റ് ജീവികളുടെ സ്വഭാവത്തെ തിരിച്ചറിയുന്നു, അംഗീകരിക്കുന്നു. നമുക്ക് മറ്റ് ജീവികളോട് ഇടപെടാൻ വളരെ എളുപ്പമാണ്. നമുക്കതിൻ്റെ സ്വഭാവം അറിയാം. പട്ടി കുറയ്ക്കുന്നറിയാം, പാമ്പ് കടിക്കുന്നറിയാം. അതിനോടൊത്ത് ജീവിക്കാൻ നമുക്കറിയാം, എങ്ങനെ പെരുമാറാൻ നമുക്കറിയാം. പക്ഷേ മനുഷ്യരുടെ ഇടയിൽ സ്വഭാവ വ്യത്യാസം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളെല്ലാം തന്നെ ടെൻഷനിലാവുകയാണ് ജീവിതത്തിൽ. അപ്പോൾ അന്തസംഘർഷങ്ങൾക്കുള്ളൊരു പ്രധാന കാരണം തിരിച്ചറിവില്ലായ്മയാണ്. ഈ തിരിച്ചറിവുണ്ടാക്കലാണ് ശാസ്ത്രങ്ങളുടെ ജോലി, ആചാര്യന്മാരുടെ ജോലി. യഥാർത്ഥത്തിൽ ആ കണ്ണിലൂടെ ഈ പോയത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പ്രണയികളുടെ സന്ദേശമല്ല, ഇതൊരു ദാർശനികമായ സന്ദേശമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ഈ തിരിച്ചറിവിലൂടെ വളർന്നു വരുന്ന കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ കവിത 1 തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കണം. +2 +1 +2 പഠിപ്പിക്കണം. തിരിച്ചറിയൂ ചുറ്റുവട്ടത്തെ, തിരിച്ചറിയൂ നിങ്ങളുടെ സുഹൃത്തുക്കളെ, തിരിച്ചറിയൂ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ. ആ തിരിച്ചറിവിലൂടെ സ്വാസ്ഥ്യത്തെ അനുഭവിക്കൂ എന്നാണ് പഠിപ്പിക്കേണ്ടത്. ഇതാണ് ഭാരതം പഠിപ്പിച്ചിട്ടുള്ള, ലോകത്തിന് മുന്നോട്ട് വെച്ചിട്ടുള്ള ദർശനം. നമ്മൾ ആ ദർശനത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ദ റോസ് ഈസ് റെഡ്, എത്ര മനോഹരമാണത്. ദ വയലറ്റ് ഈസ് ബ്ലൂ, ഹണി ഈസ് സ്വീറ്റ് ആൻഡ് സോ ആർ യു. അതുപോലെ തന്നെയാണ് നീയും. അതുകൊണ്ട് നിൻ്റെ സ്വഭാവത്തെ ഞാൻ തിരിച്ചറിയുന്നു, ഞാനതിനെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിൻ്റെ സ്വഭാവം എന്നെ ബാധിക്കാതിരിക്കട്ടെ. ഈ ഒരു ഭാവത്തിലാണ് നിങ്ങൾ ആ കവിതയെ സമീപിക്കുന്നതെങ്കിൽ, കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിലോ, നേരെ മറിച്ച് ആ വൾഗറായിട്ടുള്ളൊരു പോയം എടുത്ത് അതിനെ ഈ പ്രണയികളുടെ സന്ദേശമായിട്ട് എടുത്തുകൊണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഗതി എന്തായിരിക്കും? തിരിച്ചറിയുക. നന്ദി, നമസ്കാരം.